മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 30-ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 5-ാമത്തെ ശ്ലോകം: പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരഗണേ കൃതതുര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുതപിതൃഭ്യം ത്വം തൽക്ഷണേ പടുതമം പടുരൂപമാധാഹ. വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അതിഥിയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചു എന്നാണ് പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞത്. 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. പ്രകട വൈഷ്ണവ ദിവ്യരൂപനായിട്ട് ആ വിഷ്ണുവിൻ്റെ രൂപം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവകളൊക്കെ ആ അദ്ദേഹത്തിൻ്റെ ജനനത്തെ അനുമോദിക്കുന്നതായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയണത്. പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈ ഹർഷാകുലേ സുരഗണേ. സുരഗണം ദേവന്മാരൊക്കെ ഹർഷാകുലരായിട്ട്, സന്തോഷഭരിതരായിട്ട്, ഹർഷം കൊണ്ട് ആകുലരായിട്ട്, സന്തോഷം കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ശല്യാതെ കണ്ട അത്യധികം സന്തോഷത്തോടു കൂടി ആ സുരഗണങ്ങളൊക്കെ ദേവന്മാരൊക്കെ പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈ തം പുണ്യാശ്രമം, ആ പുണ്യാശ്രമത്തെ, അതിഥിയുടെ ആശ്രമത്തെ, അതിഥിയാണല്ലോ അമ്മ, അവിടെയാണല്ലോ അദ്ദേഹം ജനിച്ചത്, ആ അതിഥിയുടെ പുണ്യമായിട്ടുള്ള ആ ആശ്രമത്തെ, അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ജനനം കൊണ്ട് തന്നെ പുണ്യമായിട്ടുള്ളതായ ആ ആശ്രമത്തെ അഭിവർഷതി, അഭിവർഷിക്കുമ്പോൾ വർഷിക്കുന്നതായിട്ടുള്ള സമയത്ത് ആ ആശ്രമത്തിലേക്ക് വർഷിച്ചു എന്നാണ്. എങ്ങനെയാണ്? പുഷ്പങ്ങളെ കൊണ്ട്. തം അഭിവർഷതി പുഷ്പവർഷൈഹി, പുഷ്പവർഷങ്ങളെ കൊണ്ട്, അതായത് പുഷ്പങ്ങളെ കൊണ്ടാണ് ആ ആശ്രമത്തിൽ വർഷിച്ചത്. ധാരാളം പുഷ്പങ്ങൾ അവർ ആകാശത്തിൽ നിന്ന് ചൊരിഞ്ഞു ആ ആശ്രമത്തിലേക്ക് എന്നാണ് പറയണത്. അങ്ങനെ പുണ്യാശ്രമം തം അഭിവർഷതി പുഷ്പവർഷൈഹി ഹർഷാകുലേ, ഹർഷം അത്യധികം സന്തോഷിച്ചതായ, തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ജനിച്ചതായിട്ടുള്ള മഹാവിഷ്ണു ആ ജനിച്ചു കഴിഞ്ഞു എന്നുള്ളതായിട്ടുള്ള ആ സന്തോഷത്തോടു കൂടി ദേവഗണങ്ങളൊക്കെ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു ആ ആശ്രമത്തിലേക്ക് എന്നാണ് പറഞ്ഞത്. അഭിവർഷതിച്ച് അതിൻ്റെ നേരെയായിട്ട് വർഷിച്ചപ്പോൾ ആ ആശ്രമത്തിന് നേരെയായിട്ട് ഈ ദേവഗണങ്ങളൊക്കെ പുഷ്പവർഷം ചൊരിഞ്ഞതായിട്ടുള്ള, വർഷിച്ചതായിട്ടുള്ള സമയത്ത് പുണ്യമായിട്ടുള്ള ആശ്രമത്തിലേക്ക് വർഷിച്ചു എന്നാണ്. പുഷ്പവർഷൈ ഹർഷാകുലേ സുരഗണേ കൃതതൂര്യഘോഷേ. എങ്ങനെയാണ്? പുഷ്പവർഷം മാത്രമൊന്നുമല്ല, തൂര്യങ്ങൾ, അതായത് ഈ പെരുമ്പറ തുടങ്ങിയതായിട്ടുള്ള വാദ്യവിശേഷങ്ങൾ, പല വാദ്യവിശേഷങ്ങളും, ആ വാദ്യവിശേഷങ്ങളെ കൊണ്ട് ഘോഷിച്ചുകൊണ്ട് വളരെ സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ജനനത്തിൽ, മഹാവിഷ്ണുവിൻ്റെ വാമനമൂർത്തിയായിട്ടുള്ളതായിട്ടുള്ള ആ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് വാദ്യങ്ങളൊക്കെ ശബ്ദിച്ചുകൊണ്ട് ആണ് പുഷ്പവർഷം ചെയ്തത് എന്നാണ്. കൃതതൂര്യഘോഷ, തൂര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാദ്യങ്ങൾ, ചെണ്ട തുടങ്ങിയതായിട്ടുള്ള വാദ്യങ്ങൾ. തൂര്യഘോഷ, അതിൻ്റെ ഘോഷം, ശബ്ദം, അത്യധികമായിട്ടുള്ള ശബ്ദം. ആ ശബ്ദത്തോടു കൂടി അവർ പുഷ്പവർഷം ചെയ്തതായിട്ടുള്ള അവസരത്തിൽ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യാം. അപ്പോൾ ദേവന്മാരങ്ങനെ പുഷ്പവർഷം ചെയ്തു. പിതാക്കൾ, അതായത് അച്ഛനും അമ്മയും, പിതൃഭ്യാം അച്ഛനമ്മമാരെ, പിതൃഭ്യാം ദ്യോജനായിട്ട് പ്രയോഗിക്കുമ്പോൾ അച്ഛനമ്മമാരെ ഒന്നിച്ചാണ് പറയുമ്പോഴാണ് പിതരവ് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പിതൃഭ്യാം മാതാപിതാക്കളാൽ അഞ്ജലിബദ്ധരായിട്ട് അവർ കൈകൂപ്പിക്കൊണ്ട് സന്തോഷത്തോടു കൂടി തൊഴുതുകൊണ്ട്, ബദ്ധ്വാഞ്ജലിം കൈ കൂപ്പി അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട്, ജയ ജയേതി നുത പിതൃഭ്യാം, ജയ ജയ ഇതി, ജയിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ജയ ജയ ഇതി നുതഃ, സ്തുതിക്കപ്പെട്ടവനായിട്ട്. അച്ഛനമ്മമാർ ആ മകനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ്. മകൻ മഹാവിഷ്ണുവാണ് തങ്ങളുടെ പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ട് ആ മാതാപിതാക്കൾ അതിഥിയും കാശ്യപ പ്രജാപതിയും ഭഗവാനെ സ്തുതിച്ചു തുടങ്ങി. അഞ്ജലിം ബദ്ധ്വ, അഞ്ജലിയെ ബന്ധിച്ചിട്ട്, അതായത് അഞ്ജലിബദ്ധരായിട്ട് കൈകൂപ്പിക്കൊണ്ട് നുതഃ തൊഴുത് പൂജിക്കപ്പെട്ടു, അവർ സ്തുതിക്കപ്പെട്ടു. അങ്ങനെ സ്തുതിക്കപ്പെട്ടവനായി
ത്വം തക്ഷണേ പടുതമം പടുരൂപമാഥാഹ. അങ്ങനെ സ്തുതിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ സമയത്ത് പെട്ടെന്ന് ആദ്യം ആ വൈഷ്ണവ രൂപം ഒന്ന് കാണിച്ചു കൊടുത്തു മാതാപിതാക്കൾക്ക്. പക്ഷെ അതിനുശേഷം ത്വം തക്ഷണേ, അപ്പം തന്നെ വലിയ താമസമൊന്നും ഉണ്ടായില്ല. തക്ഷണേ പടുതമം വടുരൂപമാഥാഹ. വടുരൂപം ആധാഹ. വടുരൂപത്തെ, ഒരു ബ്രാഹ്മണനായിട്ടുള്ള വടുവിൻ്റെ രൂപത്തെ ധരിച്ചു. അധാഹ ധരിച്ചു. ആ വടുരൂപം കൈക്കൊണ്ടു എന്നാണ്. വടുരൂപം, വടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസം ചെയ്യുന്നതായിട്ടുള്ള ഒരു ഉണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പൂതിരി കുട്ടി, ബ്രാഹ്മണ ശിശു എന്നുള്ള മാതിരിയാണ്. ആ ഉപനയനം കഴിയാത്ത കണ്ടുള്ളതായിട്ടുള്ള വടു എന്നാണ് വടു എന്നുള്ള പദത്തെ സാധാരണയായിട്ട് ഉപയോഗിക്കാറ്. സന്യാസി ശിശു എന്ന് പറയട്ടെ, സന്യാസം ആയിട്ടില്ല, അതിൻ്റെ മുമ്പേ ഉള്ളതായിട്ടുള്ള ആ രൂപത്തിനാണ് ബ്രാഹ്മണൻ ആയിട്ടുള്ള ശിശു, കുട്ടി, ആ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ ആ വടു എന്നുള്ള പറയണത്. അങ്ങനെ ആ ബ്രഹ്മചാരിയുടെ രൂപത്തിൽ, വടുരൂപം, ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തെ ധരിച്ചു. ആധാഹ ധരിച്ചു. ത്വം പടുതമം, എങ്ങനെയുള്ളതായിട്ടുള്ള വളരെ സമർത്ഥമായിട്ടുള്ള, അത്യധികം സമർത്ഥമായിട്ടുള്ള ഒരു വടുവിൻ്റെ ബ്രഹ്മചാരിയുടെ രൂപത്തെ ധരിച്ചു. അദ്ദേഹം ഒരു ജനിച്ച ഉടനെ, അതായത് മഹാവിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളോടൊക്കെ കൂടിയിട്ടാണ് ജനിച്ചതെങ്കിലും അതിനുശേഷം ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തെ സ്വീകരിച്ചു. അങ്ങനെ അപ്പം പെട്ടെന്ന് വലുതായി കുറച്ചൊരു ചെറിയ മാറ്റം, കരഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ചെറിയ കുട്ടിയല്ലാതെ കണ്ടായി എന്നാണ് ഭഗവാൻ സ്വയം ആ ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ബാലൻ്റെ വേഷത്തെ, രൂപത്തെ ധരിച്ചു. ഇനി അടുത്ത ശ്ലോകത്തിൽ താവത് പ്രജാപതിമുഖൈരുപനീയ മൗഞ്ചീദണ്ഡാജിലാക്ഷവലയാദിഭിരർച്യമാനഃ ദേദീപ്യമാനവപുരീശ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. അപ്പോൾ തന്നെ ഉപനയനം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ബ്രഹ്മചാരിയായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഭഗവാൻ പിന്നീട്. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മചാരി വേഷം അദ്ദേഹം ധരിച്ചപ്പോൾ വേഗം ഇനി വേണ്ടത് ഉപനയനാണ്. ബ്രഹ്മചാരിയായി കഴിഞ്ഞാൽ ഇനി ഉപനയനം ആയിട്ടുള്ള ക്രിയ, അതായത് പൂണൂരുടിക്കുക എന്നുണ്ടല്ലോ, ആ ക്രിയയാണ് അടുത്തതായിട്ട് വേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ട് താവത്, ആ സമയത്ത് ഈ ബ്രഹ്മചാരി വേഷം അദ്ദേഹം സ്വീകരിച്ചതായ സമയത്ത് താവത് പ്രജാപതിമുഖൈഹി ഉപനയനം ചെയ്തിട്ട്, അതായത് ഉപനയനം എന്നുള്ളതായിട്ടുള്ള ക്രിയ, ബ്രാഹ്മണ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിട്ടൊരു ക്രിയയാണ് ഉപനയനം എന്ന് പറഞ്ഞാൽ. അതാണ് പൂണൂരിടിക്കലൊക്കെ അതിൽപ്പെട്ട ക്രിയകളെല്ലാം ഒന്നാണ്. അതിൻ്റെ ആദ്യം വിദ്യാഭ്യാസത്തിന് തുടങ്ങുന്നത് ഈ ഉപനയനത്തിനോട് കൂടിയിട്ടാണ്. ഉപനയനം കഴിഞ്ഞിട്ടാണ് വിദ്യാഭ്യാസം. അപ്പം ഇവിടെ ഈ ഉപനയനം എന്നുള്ളത് പ്രജാപതി മുഖ്യന്മാർ, ഇവിടെ പ്രജാപതി എന്നുള്ളത് കൊണ്ട് ഒന്നുകിൽ പിതാവായിട്ടുള്ള കശ്യപ പ്രജാപതിയാവാം, അതല്ലെങ്കിൽ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ ഏറ്റവും യോഗ്യ. അവിടെ തന്നെ ഉണ്ടല്ലോ എല്ലാവരും, ദേവന്മാരും ഒക്കെ അവിടെ ആ ജന്മഗൃഹത്തിൽ, ആശ്രമത്തിലുണ്ട്, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ അവരൊക്കെ ഒന്നിച്ചുള്ളപ്പോൾ അവിടെ ബ്രഹ്മാവ് ആണ് ഉപനയനം കഴിക്കണത് എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റില്ല, രണ്ടായാലും വിരോധമില്ല. അവിടെ പ്രജാപതി മുഖൈഹി എന്നുള്ള പ്രജാപതി തുടങ്ങിയവരാൽ ഉപനീയ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരൊക്കെ കൂടി ഈ ഉപനയനം എന്നുള്ളതായിട്ടുള്ള ക്രിയ കഴിച്ചു എന്ന്. മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭിരർച്യമാനഃ ഭുജിക്കപ്പെട്ടവനായിട്ട്, പ്രജാപതി ആ കാശ്യപൻ തുടങ്ങിയതായിട്ടുള്ള ശ്രേഷ്ഠന്മാരാൽ ഉപനയനം ചെയ്യപ്പെട്ടവനായി. ഉപനീയ മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭി, മൗഞ്ചി ഉപനയനം കഴിയുമ്പോൾ ആദ്യം ഉള്ളതായ അരഞ്ഞാണ്, അതാണ് മൗഞ്ചി. ഈ മുഞ്ച എന്നുള്ളതായിട്ടുള്ള പുല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ടുള്ള അരഞ്ഞാണാണ് മൗഞ്ചി. ദണ്ഡം പിന്നെ ബ്രഹ്മചാരികൾക്ക് ഉപന്യം കഴിഞ്ഞാൽ വേണ്ടതായിട്ടുള്ള ഉപന്യം കഴിഞ്ഞാൽ ഒരു വർഷം അധ്യയനാണ്. അത് കഴിഞ്ഞിട്ടാണ് സമാവർത്തനം എന്നൊക്കെ പറയുക. അങ്ങനെ ആ പഠിക്കണതായിട്ടുള്ള കാലത്തുള്ളതായിട്ടുള്ള വേഷവിധാനത്തിനെയാണ് പറയണത് അവിടെ ഇനി പറയാൻ പോണത്. ഉപന്യം കഴിഞ്ഞിട്ട് മുഞ്ച പുല്ലുകൊണ്ടുള്ളതായിട്ടുള്ള അരഞ്ഞാണ്. അതുമാതിരി മൗഞ്ചി ദണ്ഡം കയ്യിൽ പിടിക്കാനുള്ളതായിട്ടുള്ള വടി. അജിനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോല്,
തോലാണ് ധരിക്കലവിടെ. ദണ്ഡാജിന് അക്ഷവലയം, പളുങ്കുകൊണ്ടുള്ളതായിട്ടുള്ള വലയാവാം, അല്ലെങ്കിൽ രുദ്രാക്ഷം. അക്ഷവലയാദിഭി തുടങ്ങിയതായിട്ടുള്ള ബ്രഹ്മചാരികൾക്ക് യോജിച്ചതായിട്ടുള്ള ഉപന്യം കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കുട്ടികൾക്ക് യോജിച്ചതായിട്ടുള്ള വേഷവിധാനങ്ങൾ. അങ്ങനെ മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭി അർച്യമനഃ, ഓരോരുത്തരും ഓരോന്ന് കൊടുത്തു എന്നാണ് സമയത്ത്. ആ ഉപന്യയത്തിൻ്റെ സമയത്തിന് ദേവതകളും ഒക്കെ ഓരോന്നോരോന്നായിട്ട് കൊടുത്തു എന്നാണ് പറയണത്. മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭി അർച്യമാനഃ, ഇങ്ങനെ അർച്ചിക്കപ്പെട്ടവനായിട്ട് ദേദീപ്യമാനവപുഹു, വളരെ ശോഭിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള ശരീരത്തോടു കൂടി, ദേദീപ്യമാനം വെച്ചാൽ നല്ലപോലെ പ്രകാശിക്കുന്ന ദീപ്തി ഉള്ളതായിട്ടുള്ള ശരീരത്തോടു കൂടി ദേദീപ്യമാനവപുഹു ഈശ, അല്ലയോ ഭഗവാനെ സംബോധന ചെയ്യാണ്. കൃതാഗ്നികാര്യ, അഗ്നികാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഉപന്യം കഴിഞ്ഞ് അഗ്നിയെ പൂജിക്കുക എന്നുള്ളതായിട്ടുള്ള ആ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം കൃതാഗ്നികാര്യ ത്വം പ്രാസ്ഥിതാഹ ബലിഗൃഹം, അങ്ങ് പ്രാസ്ഥിതാഹ പുറപ്പെട്ടു. ബലിഗൃഹം എവിടേക്ക് പുറപ്പെട്ടു? ബലിഗൃഹത്തിലേക്ക്, മഹാബലിയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. മഹാബലി അവിടെ ഒരു അശ്വമേധയാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകൃത അശ്വമേധത്തിൽ പ്രകൃതമായ ആരംഭിച്ചതായ അശ്വമേധയാഗത്തോടു കൂടിയതായ ആ ബലിയുടെ ഗൃഹത്തിലേക്ക് അങ്ങ് പുറപ്പെട്ടു. അതായത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആ ബലി അശ്വമേധയാഗം ചെയ്യുന്നതായിട്ടുള്ള ആ ഗൃഹത്തിലേക്ക് മഹാബലി അശ്വമേധയാഗം ചെയ്യുന്നതായിട്ടുള്ള ആശ്രമത്തിലേക്ക് അങ്ങ് പുറപ്പെട്ടു. അപ്പോൾ ബ്രഹ്മചാരി വേഷം ധരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉപന്യം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ബ്രാഹ്മണരുടെ ഇടയിലെ ഉനിച്ചുണ്ണി എന്നാണ് പറയുക. ഉപനയിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഉണ്ണി ആ കാലത്താണ് വിദ്യാഭ്യാസം ചെയ്യൽ. ഉപനയനം കഴിഞ്ഞാലാണ് വിദ്യാഭ്യാസം ചെയ്യൽ, വിദ്യാഭ്യാസമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നീടാണ് വിവാഹം, സമാവർത്തനം എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ളതായിട്ട് ക്രിയകളാണ് സ്വതേ ബ്രാഹ്മണർക്ക് വിധിച്ചിട്ടുള്ള ക്രിയകളാണ്. അങ്ങനെ ആ ബ്രഹ്മചാരിയായിട്ട് ജനിച്ചതായിട്ടുള്ള അങ്ങ് ആ സമയത്ത് പ്രജാപതി മുഖൈഹി, കാശ്യപ പ്രജാപതി തുടങ്ങിയവരാൽ ഉപനയനം ചെയ്യപ്പെട്ട് മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭി അർച്യമാനഃ, ഓരോരുത്തരായിട്ട് അരഞ്ഞാണം മേഖല, മുഞ്ചപ്പുല്ല് കൊണ്ടുള്ളതായിട്ടുള്ള മേഖല, മൗഞ്ചീദണ്ഡം ബ്രഹ്മചാരിക്ക് പൂനിച്ചുണ്ണിക്കൊക്കെ ഉപനയനം കഴിഞ്ഞതായിട്ടുള്ള ഉണ്ണികൾക്ക് വേണ്ടതായിട്ടുള്ള ദണ്ഡം, അതൊക്കെ എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ടാണ്. ദണ്ഡം, അജിനം, കൃഷ്ണാജിനം, കൃഷ്ണമൃഗത്തിൻ്റെ തോല് ആണ് വസ്ത്രം. അജിന വലയാദിഭി അക്ഷവലയം രുദ്രാക്ഷം കൊണ്ടുള്ളതായിട്ടുള്ള മാല, ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതൊക്കെ അർച്ചിച്ചു പൂജിക്കാനായിട്ട് ഇവർ ഓരോരുത്തരായിട്ട് സമർപ്പിച്ചു ഭഗവാന് എന്നാണ്. അങ്ങനെ അർച്യമാനഃ ദേദീപ്യമാനവപുഹു, അത്യധികം ശോഭിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള ശരീരത്തോടുകൂടി ദേദീപ്യമാനവപുഹു ഈശ, അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ളതായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങ് അഗ്നികാര്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം, അഗ്നിക്ക് വേണ്ടതായിട്ടുള്ള ഹോമങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, അഗ്നികാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ച ശേഷം, ബലിഗൃഹം പ്രസ്ഥിതാഹ, മഹാബലിയുടെ ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. പ്രസ്ഥിതാഹ, അങ്ങ് പുറപ്പെട്ടു. എങ്ങനെയുള്ളതായിരുന്നു ആ മഹാബലി ഗൃഹം? പ്രകൃതാശ്വമേധം, പ്രകൃതമായ ആരംഭിച്ചതായ അശ്വമേധയാഗത്തോടു കൂടിയതായ ബലിയുടെ ഗൃഹത്തിലേക്ക് അദ്ദേഹം അവിടെ അശ്വമേധയാഗം ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഗൃഹത്തിലേക്കാണ് പുറപ്പെട്ടത്. എന്താണെന്ന് വെച്ചാൽ ആ സമയത്താവുമ്പോൾ ഈ യാഗത്തിന് ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ദാനം കൊടുക്കുക വളരെ വിശേഷമാണ്. അപ്പോൾ എന്ത് ചോദിച്ചാലും ആരെന്ത് ചോദിച്ചാലും അപ്പോൾ ദാനം ചെയ്യുക, ദാനശീലനാണ് മഹാബലി. അപ്പോൾ ആ ദാനം ചെയ്യും എന്നുള്ളതായിട്ടുള്ള, അപ്പോൾ ആ ഭൂമിയെ തിരിച്ചു പിടിക്കാനായിട്ട് ഈ 3 ലോകങ്ങളും അധീനത്തിലാക്കി ബലി വെച്ചിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാനുള്ളതായിട്ടുള്ള മാർഗം ഇതാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ അശ്വമേധയാഗം കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഗൃഹത്തിലേക്ക് ഈ ഉപനയനം കഴിഞ്ഞ് ആ വേഷത്തോടു കൂടി ചെന്നു എന്നാണ്. പ്രസ്ഥിതാഹ, അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2 ശ്ലോകം ഒന്നും കൂടിയും ചെല്ലാം. പുണ്യാശ്രമം തമഭിവർഷതി പുഷ്പവർഷൈർഹർഷാകുലേ സുരഗണേ കൃതതുര്യഘോഷേ ബദ്ധ്വാഞ്ജലിം ജയ ജയേതി നുത പിതൃഭ്യം ത്വം തക്ഷണേ പടുതമം പടുരൂപമാഥാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ.
ദേവർ പൊഴിച്ചു സുമവൃഷ്ടിയുമാശ്രമത്തിൽ നന്നായി പെരുമ്പറ മുഴക്കി മനം കുളിർത്തു. കീർത്തിച്ചിതേറെ ജനനീ ജനിതാവും അപ്പോൾ നൽ ബ്രഹ്മചാരി വടിവർന്നുടനെ ഭവാനും. താവത് പ്രജാപതി മുഖൈരുപനീയ മൗഞ്ചീദണ്ഡാദിനാക്ഷവലയാദിഭിരർച്യമാന ദീദീപ്യമാന വപുരീശ കൃതാഗ്നികാര്യസ്ത്വം പ്രാസ്ഥിതാ ബലിഗൃഹം പ്രകൃതാശ്വമേധം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പൂണൂലുമിട്ടുടനെ കാശ്യപരാദി മുഖ്യർ മാൻതോലു മേഖല വടീവ നൽകി ഭക്ത്യാ പൂജിച്ചിതഗ്നിയെ ഭവാൻ പുനരാർന്ന തേജസ്സോടെ ഗമിച്ചു ബലിതൻ ഹയമേധശാലേൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.